ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഈ വീഡിയോ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല. ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, പക്ഷേ എനിക്കറിയില്ല ഇതെങ്ങനെ നിങ്ങളിൽ എത്തുക എന്നുള്ളത്. കാരണം AI ഓട്ടോ ജനറേഷൻ കാരണം എൻ്റെ വോയിസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് ചെയ്യേണ്ടത്, എനിക്കിത് കമ്പ്യൂട്ടറിലാണ് അവർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടർ ഇല്ല, അത് കാരണം എനിക്കത് മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ ക്യാപ്ഷനും ഒക്കെ ഇംഗ്ലീഷിലേക്കായിട്ടാണ് വരുന്നത്. ഓട്ടോ ജനറേഷൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഞാൻ മലയാളത്തിലാണ് എഴുതുന്നത്, പക്ഷേ അതൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് എനിക്കും വരുന്നത്. എന്താ ചെയ്യാമെന്ന് എനിക്ക് എത്തും പിടിയുമില്ല. അതുകൊണ്ട് മലയാളത്തിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, കാരണം സംസാരിച്ചാൽ മലയാളത്തിലല്ലല്ലോ വരിക, ഇംഗ്ലീഷിലാണല്ലോ. അപ്പോൾ അത് വായിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കഥ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രികയും അതുപോലെ തന്നെ സിദ്ധാർത്ഥിനെയും ലക്ഷ്മിയൊക്കെ ആ കമ്പനിയിൽ നിന്ന്, ഫാക്ടറിയിൽ നിന്ന് അതിൻ്റെ ഓണർ പുറത്താക്കിയിരിക്കുകയാണ്. ആ സമയത്ത് മേഘ വന്നിട്ട് അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. കാരണം ആ ഒരു എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ടെൻഡർ ചന്ദ്രികയെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കില്ല, അത് ഒഴിവാക്കിയേക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പരിഹസിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക ഒന്നിനും മറുപടി പറയുന്നില്ല. മേഘ പോയതിന് ശേഷം ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നുണ്ട്, നമുക്ക് മാത്രം എന്താ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന്. അങ്ങനെ മനീഷ് വന്നിട്ട് കമ്പനിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് തിരിച്ച് ആ ഒരു ബിൽഡിംഗ് ഓണർ വീണ്ടും വരുന്നത്. അപ്പോൾ അവരെല്ലാവരും അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. കാരണം അയാൾ വഴക്ക് പറഞ്ഞിട്ടാണ് പോയത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ തിരിച്ച് വന്നിട്ട് നല്ലൊരു മുഖത്തോടെയാണ് വന്നിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ അയാൾ വേഗം ഫാക്ടറി അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഫാക്ടറി തുറന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ എല്ലാവരോടുമായിട്ട് മാപ്പ് പറയാണ് കൈകൂപ്പിക്കൊണ്ട്. നിങ്ങളെല്ലാവരോടും എന്നോട് ക്ഷമിക്കണം നിങ്ങളെല്ലാവരും. കാരണം ഞാൻ നിങ്ങളോടിപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യുന്നത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതിൻ്റെ കാരണം എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ മകൾ വരുന്നുണ്ട്, അവൾ പറഞ്ഞു തരും എന്ന് പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും വരുന്നുണ്ട്. അപ്പോൾ അവർ വന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്, ഇതാരാണ് ഈ പെൺകുട്ടി, ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചന്ദ്രികയുടെ മുന്നിൽ വന്നിട്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ചന്ദ്രിക കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം ചോദിക്കുകയാണ്, കല്യാണിയല്ലേ? അതെ ചേച്ചി. ചേച്ചിക്ക് ഇപ്പം എന്നെ ഓർമ്മ കിട്ടിയോ? എനിക്ക് ഓർമ്മ കിട്ടും. നിനക്ക് സുഖമാണോ? നിൻ്റെ കുഞ്ഞിന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം കുഞ്ഞിനും കുഴപ്പമില്ല, എനിക്ക് സുഖമാണ്. അല്ല നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് എൻ്റെ അച്ഛനാണ് എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ്. കാരണം അതുകൊണ്ടായിരിക്കും അദ്ദേഹം വീണ്ടും വന്നിട്ട് ഫാക്ടറി തുറന്നു തന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അതുമാത്രമല്ല, ചന്ദ്രികയോട് അവൾ പറയുന്നുണ്ട്, അന്ന് ചേച്ചിയാണ് എന്നെ ക്ഷേത്രത്തിൽ വെച്ച് എനിക്ക് പ്രസവ വേദന വന്നപ്പോൾ ചേച്ചിയാണ് എൻ്റെ പ്രസവം എടുത്തതെന്ന് അച്ഛൻ ഇപ്പോഴാണ് അറിയുന്നത്. ആ സമയത്ത് മുൻപ് നടന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. കല്യാണി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ് നിറവേറുമായിട്ട്. ആ സമയത്ത് അവൾ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ പടിക്കെട്ടിൽ തട്ടിയിട്ട് അവൾ വീഴുകയാണ്. എല്ലാവരും ചുറ്റിലും കൂടുന്നുണ്ട്. അവളാണെങ്കിൽ പ്രസവ വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു, എന്നെക്കൊണ്ട് സഹിക്കാനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് സമയം എല്ലാവരും അവിടെ നോക്കി നിൽക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ പരിതപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രിക പ്രാർത്ഥിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് വന്നത്. അപ്പോൾ അവൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്ന്. അപ്പോൾ അവർ പറയാണ്, നിറവേറായിട്ടുള്ള ഗർഭിണിയായ പെണ്ണ് ഇവിടെ നിലത്ത് വീണിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വേഗം തന്നെ ഇരുന്നിട്ട് അവളുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. ചന്ദ്രികയ്ക്കും ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിൽക്കുന്ന പ്രായം ചെന്ന സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ ചെയ്യുക? അപ്പോൾ അതിൽ വൃദ്ധയായ ഒരു സ്ത്രീ പറയാണ്, അയ്യോ നമ്മുടെ മറുപിള്ള താഴ്ന്നു പോയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ സമയമില്ല. അപ്പോഴൊക്കെ ആ പെൺകുട്ടി പ്രസവ വേദന എടുത്ത് പൊളഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ചന്ദ്രികയോട് പറയാണ്, ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സമയമൊന്നുമില്ല, കാരണം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തന്നെ പ്രസവം എടുത്തേ മതിയാവുള്ളൂ. വേദന കൊണ്ട് ഈ പെണ്ണ് പൊളയുകയാണ്. ഇവളുടെ കൂടെ ആരും വന്നിട്ടില്ലേ? ഇല്ല, ആരും വന്നാൽ കാണുന്നില്ല. ഈ കുട്ടി തനിച്ചാണെന്നാണ് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, നിങ്ങളെല്ലാവരും ഈ പെൺകുട്ടിയെ എടുത്തുയർത്ത്. അങ്ങനെ അവിടെ കൂടി നിന്ന സ്ത്രീകളൊക്കെ കൂടിയിട്ട് ആ പെണ്ണിനെ ഉയർത്തിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ചന്ദ്രിക വേഗം ഓടിപ്പോയിട്ട് അവിടെ കുറേ ക്ഷേത്രത്തിലെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ആചാരം പോലെ സാരിയൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു സാരി എടുക്കുകയാണ്. എന്നിട്ട് അവിടെ കൂടി നിന്ന് സ്ത്രീകൾക്ക് ആ സാരി കൊടുത്തിട്ട് അവർ 4 ചുറ്റിലും ആ സാരി വെച്ച് മറ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പ്രസവം എടുക്കുകയാണ് ചന്ദ്രികയും അതുപോലെ ആ പ്രായം ചെന്ന സ്ത്രീയും ചേർന്നിട്ട്. അവൾ വേദന കൊണ്ട് പ്രസവ വേദന എടുത്ത് പൊളയുകയാണ്. അവസാനം ആ പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്. ചന്ദ്രികയുടെ കയ്യിലേക്കാണ് ആ കുഞ്ഞിനെ കിട്ടുന്നത്. ചന്ദ്രിക ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാണ്. അവിടെ വരെ ആ കഥ അവർ എല്ലാവരോടുമായിട്ട് പറയുകയാണ്. അതായത് ലക്ഷ്മിയോടും സിദ്ധാർത്ഥിനോടൊക്കെ ആയിട്ട് ആ മുൻപ് നടന്ന കഥ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് നിന്ന് എല്ലാവർക്കും ചന്ദ്രികയോട് വല്ലാത്തൊരു മതിപ്പ് തോന്നുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കല്യാണി ചന്ദ്രികയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ഒരു നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല ചേച്ചി.
ക്ഷേത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ പ്രസവം എടുത്ത കാര്യം ഞാൻ ഇതിനു മുൻപ് തന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളാണെന്ന് എൻ്റെ അച്ഛൻ അറിയില്ലായിരുന്നു. ഇന്നാണ് അത് നിങ്ങളാണെന്ന് അച്ഛന് മനസ്സിലായത്. അങ്ങനെയുള്ള നിങ്ങൾക്കാണല്ലോ ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തത് എന്നോർത്ത് അച്ഛൻ ഒരുപാട് സങ്കടം തോന്നി ചേച്ചി. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ കല്യാണിയോട് ചന്ദ്രിക നന്ദി പറയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണറും ചന്ദ്രികയോട് നന്ദി പറയാണ്. ചന്ദ്രിക, എൻ്റെ മകളുടെ ജീവനും എൻ്റെ കൊച്ചുമകളുടെ ജീവനും നീയാണ് സംരക്ഷിച്ചത്. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് കടപ്പെട്ടവനായിരിക്കും മോളെ. ഇനി നിങ്ങൾക്ക് യാതൊരു ശല്യവും ഉണ്ടാവില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫാക്ടറി നടത്താം. അവരെല്ലാവരും പരസ്പരം സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുവാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഓണർ പറയുന്നുണ്ട്, ഇങ്ങനെയൊരു സംഭവം നടന്നത് മോളുടെ മുത്തശ്ശനോട് പറയരുത് കേട്ടോ മോളെ. അപ്പോൾ ചന്ദ്രിക ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് പറയാണ്, ഞങ്ങൾ ഈ സംഭവം ഇതിനോട് തന്നെ മറക്കും. ഇനി ഞങ്ങളിത് ആരോടും പറയില്ല സർ. ലക്ഷ്മിക്ക് തൻ്റെ മകളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനം തോന്നുകയാണ്. അപ്പോൾ ആ ഒരു ഓണർ വന്ന് അയാളുടെ കൂടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, എല്ലാ എടുത്ത സാധനങ്ങളും തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവെക്കാൻ. ഒരുപാട് നന്ദിയുണ്ട് സർ. സിദ്ധാർത്ഥം അയാൾക്ക് നന്ദി പറയാണ്. അപ്പോഴേക്കും അയാളുടെ ജോലിക്കാർ അതൊക്കെ തിരിച്ച് അകത്തേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് മനീഷിനും ലക്ഷ്മിക്കും ചന്ദ്രികയ്ക്കും അതുപോലെ സിദ്ധാർത്ഥിനൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ്. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി തുടങ്ങിക്കോളൂ. ശല്യപ്പെടുത്തതിന് എന്നോട് ക്ഷമിക്കണം, അത് നിങ്ങൾ മറന്നേക്ക്. അയാൾ വീണ്ടും മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അത് സാരമില്ല സർ. ശരി എങ്കിൽ ഞങ്ങൾ പോവുകയാണ് മോളെ. ശരി സർ. അവസാനം പോകുമ്പോൾ അയാൾ വീണ്ടും ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, എന്ത് സഹായം വേണമെങ്കിലും മടിക്കാതെ നീ എന്നോട് ചോദിച്ചോളൂ. ഞാൻ നിനക്ക് കടമപ്പെട്ടവനാണ് എന്ത് സഹായവും ചെയ്യാൻ. അപ്പോൾ ചന്ദ്രിക കൈകൂപ്പി നിൽക്കുകയാണ് അയാൾക്ക് മുന്നിൽ. എല്ലാവർക്കും നേരെ അയാൾ കൈകൂപ്പി നിൽക്കുകയാണ്. യാത്ര ചോദിക്കുന്നതും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ്. അപ്പോൾ അവർക്ക് മുന്നിൽ വെച്ച് തന്നെ ചന്ദ്രികയോട് ലക്ഷ്മി പറയുന്നുണ്ട്, ചന്ദ്രിക, നീ ചെയ്ത ഏറ്റവും പുണ്യം നിറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ നിന്നെ രക്ഷിച്ചത്. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മി തൻ്റെ മകളെ കെട്ടിപ്പിടിക്കുകയാണ്. ചന്ദ്രികയ്ക്കും ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു സ്നേഹം നോക്കി നിൽക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും. ചന്ദ്രികയെക്കുറിച്ച് ആലോചിക്കും തോറും അവിടെയുള്ള എല്ലാവർക്കും വല്ലാത്തൊരു അഭിമാനം തോന്നുവാണ്. അങ്ങനെ കല്യാണിയുടെ അച്ഛനും അമ്മയും എല്ലാവരും യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അവരൊക്കെ പോയതിനു ശേഷം സിദ്ധാർത്ഥും മനീഷും പരസ്പരം കൈകൊടുക്കുകയും അതുപോലെ ചന്ദ്രികയെ ലക്ഷ്മി സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അയാളുടെ ജോലിക്കാർ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ചന്ദ്രികയും സിദ്ധാർത്ഥും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. സിദ്ധാർത്ഥിന് ചന്ദ്രികയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും അഭിമാനവുമാണ് തോന്നിയത്. ചന്ദ്രിക ചെയ്ത പുണ്യം നിറഞ്ഞ ആ ഒരു പ്രവൃത്തി കാരണം ഇപ്പോൾ അവൾക്കൊരു വലിയ ഉപകാരം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് മേഘ ആ ഒരു ഓണറുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. അവളും മനോഹരനുമാണുള്ളത്. മേഘ നല്ല ദേഷ്യത്തിലാണുള്ളത്. മേഘയെ കണ്ടപ്പോൾ അയാൾ പറയുന്നുണ്ട്, വാ മേഘ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇരിക്കും മോളെ. അപ്പോൾ അവൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാനിവിടെ ഇരിക്കാൻ വന്നതല്ല സർ. എന്തിനാണ് ചന്ദ്രികയ്ക്ക് വീണ്ടും ആ ഫാക്ടറി നിങ്ങൾ കൊടുത്തത്? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ പോയത്. ആദ്യം നിങ്ങളൊന്നിരിക്ക്. എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല സർ. എന്താ കാരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി സർ. ചന്ദ്രികയെക്കുറിച്ച് മുഴുവനായി മനസ്സിലാക്കാതെ ഞാനൊരു തെറ്റായ തീരുമാനമാണ് എടുത്തത്. ചന്ദ്രിക, നീ പറഞ്ഞതുപോലെ മോശമായൊരു പെണ്ണൊന്നും അല്ല കുട്ടി. ഒരുപാട് നല്ലൊരു പെൺകുട്ടിയാണ് അവൾ. അവളില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ മോളും പേരക്കുട്ടിയും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അത്രയും വലിയൊരു സഹായമാണ് ചന്ദ്രിക എൻ്റെ മകൾക്കും എനിക്കും ചെയ്തു തന്നത് എന്ന് പറഞ്ഞിട്ട് കല്യാണി ആ പറഞ്ഞിട്ടുണ്ടായിരുന്ന കഥ മുഴുവൻ മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ക്ഷേത്രത്തിൽ വെച്ച് കാല് തന്നെ വീണതും അവിടെ വെച്ച് പ്രസവവേദന ഉണ്ടായതും ചന്ദ്രിക വന്നിട്ട് ആ ഒരു സമയത്ത് കല്യാണിയുടെ പ്രസവം എടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അമ്മയുടെ ജീവനും കുഞ്ഞിൻ്റെ ജീവനും ചന്ദ്രികയാണ് രക്ഷിച്ചത്. അങ്ങനെയുള്ള ചന്ദ്രികയ്ക്ക് എന്നെക്കൊണ്ട് ദ്രോഹം ചെയ്യാൻ സാധിക്കില്ല. അത് കേട്ട സമയത്ത് മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യവും നിരാശയൊക്കെ തോന്നുവാണ്. ആ സമയത്ത് അയാൾ ബാഗിൽ നിന്നും പണം എടുത്തിട്ട്, അതായത് മേഘ കൊടുത്തിട്ടുണ്ടായിരുന്ന 5 ലക്ഷം രൂപ എടുത്ത് മേഘയെ തിരിച്ചേൽപ്പിക്കുകയാണ്. ഇന്നാ നീ തന്ന 5 ലക്ഷം രൂപ. അതുകൂടെ കണ്ടപ്പോൾ മേഘയ്ക്ക് ദേഷ്യം അരിച്ചു കയറുന്നുണ്ട്. ഇന്നാ ഇതെടുത്തോ. ചന്ദ്രിക ആ സ്ഥലത്ത് തന്നെ ഫാക്ടറി നടത്തട്ടെ. അവൾക്ക് ഞാൻ സഹായം ചെയ്യുന്നത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ മേഘയ്ക്ക് ചന്ദ്രികയോടുള്ള വെറുപ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരു കാര്യം കൂടെ പറയാം. ദയവ് ചെയ്ത് ചന്ദ്രികയ്ക്ക് ഉപദ്രവം ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. അവസാനം ടേബിളിന് മുകളിൽ വെച്ച ആ ഒരു 5 ലക്ഷം രൂപ എടുത്തിട്ട് മേഘ അയാളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി പോവുകയാണ്. പിന്നാലെ മനോഹരനും. പിറ്റേന്ന് ചന്ദ്രികയുടെ ഫാക്ടറിയിൽ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ മഹേന്ദ്രൻ അവിടെ നിന്നിട്ട് മടക്കി വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ. ആ സമയത്ത് അയാളുടെ മുഖമൊക്കെ ആകെ വാടിയിരിക്കുകയാണ്, കണ്ണൊക്കെ കരഞ്ഞ് കലങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് സങ്കടപ്പെട്ട് കരയുകയാണ്. പക്ഷെ ദൂരെ നിന്നത് ചന്ദ്രിക കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, അച്ഛാ ഇതെന്താ കണ്ണൊക്കെ എന്താ കലങ്ങിയിരിക്കുന്നത്? ഒന്നുമില്ല മോളെ, അങ്ങനെയല്ല അച്ഛാ, നിങ്ങൾ എന്തൊക്കെയോ ആലോചിച്ചിട്ട് നിങ്ങളുടെ കരഞ്ഞ കണ്ണുകളാണ് ഞാൻ കാണുന്നത്. കാര്യം എന്താണെന്ന് പറയച്ചാ. ഞാൻ വേറെ എന്തിനെക്കുറിച്ച് ആലോചിക്കാനാ മോളെ? കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് മേഘ കൊണ്ടുപോയി, സ്വത്തുക്കളൊക്കെ മേഘ കൊണ്ടുപോയി. അവസാനം ആ വീടെങ്കിലും തിരിച്ചു പിടിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ അവൾ അതാണെങ്കിൽ സേട്ടുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പണയവും വെച്ചിരിക്കുകയാണ്. ഇനി അതും ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല. എപ്പോൾ ആ വീട് തിരിച്ച് നമ്മുടെ കൈകളിൽ വരുന്നോ അന്ന് മാത്രമേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. ഇനി എപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതിന് മറുപടി പറയാനാവാതെ നിൽക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ മേഘ കാരണം നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ പോയി മോളെ. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, അച്ഛാ മേഘ നമ്മുടെ വീട് പണയം വെച്ചു, പക്ഷെ അത് അവളെ എടുത്തിട്ടില്ലെങ്കിൽ എന്താ, ഞാൻ എടുക്കും, നിങ്ങൾ വിഷമിക്കാതിരിക്കച്ചാ. അപ്പോൾ അദ്ദേഹം പറയാണ്, എന്താ മോളെ നീ പറയുന്നത്? മേഘ ആ വീട് 3 കോടി രൂപയ്ക്കാണ് പണയം വെച്ചിരിക്കുന്നത്. അത്രയും പണത്തിന് നീ എവിടെയാ മോളെ പോവുക? നീ ബിസിനസ് പോലും ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, നീ വളർന്നു വരുന്നേ ഉള്ളൂ. ആ വീട് നീ കരുതുന്നത് പോലെ എളുപ്പത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല മോളെ. അദ്ദേഹം കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, എനിക്ക് മേഘയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ രക്തം തിളക്കുകയാണ് മോളെ. എൻ്റെ ദേഷ്യത്തിന് ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തു പോയെന്ന് എനിക്ക് തന്നെ ഭയമാകുന്നു. ആ വീട് ഞാൻ നിനക്ക് തരണമെന്ന് വിചാരിച്ചതായിരുന്നു മോളെ, എന്നാൽ അതും കൊണ്ടുപോയി അവൾ പണയം വെച്ചു. അച്ഛാ നിങ്ങൾ സമാധാനമായിട്ടിരിക്കച്ചാ. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് തിരിച്ച് നിങ്ങളുടെ കൈകളിൽ തന്നെ വരും. ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അച്ഛാ നിങ്ങളിതങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് വിഷമിക്കല്ലേ. നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്ക്. അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ലെങ്കിലും ചന്ദ്രിക നിർബന്ധിച്ചപ്പോൾ മഹേന്ദ്രൻ അവിടുന്ന് പോവുകയാണ്. മഹേന്ദ്രൻ കരഞ്ഞുകൊണ്ട് പോകുന്നത് സിദ്ധു കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്, എന്തിനായിരിക്കും അദ്ദേഹം കരയുന്നതെന്ന്. അവിടെ ചന്ദ്രികയെ കണ്ടപ്പോൾ സിദ്ധു കാര്യം അന്വേഷിക്കാൻ അവളുടെ അടുത്ത് പോയി. അപ്പോൾ അവൾ പറഞ്ഞു കൊടുത്തു, വീടിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത്. ആ മേഘ വേണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ചെയ്തതാണിതൊക്കെ. സിദ്ധു പറയുന്നുണ്ട്, അവൾ ആ വീട് പണയം വെച്ചാലും വിറ്റാലും ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ നോക്കിക്കോ, എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ആ വീട് തിരിച്ചെൻ്റെ അച്ഛന് തന്നെ നേടിക്കൊടുക്കും. ആ വീട് വെറുതെ നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ചന്ദ്രികയുടെ ആ ഒരു വീറും വാശിയും കണ്ടപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നിൻ്റെ ഈ ഒരു ആത്മാർത്ഥതയും ധൈര്യവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചന്ദ്രിക. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും അത് ഞാൻ ചെയ്തു തരും. ഈ ഒരു വാക്ക് മാത്രം മതി സാർ എനിക്ക്. അവളുടെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ സിദ്ധു അവളുടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അവർ രണ്ടുപേരും പരസ്പരം ഒരുത്തർക്ക് ആശ്വാസമേകുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേഘയുടെ ക്യാബിനിലാണുള്ളത്. മനോഹരം വന്നിട്ട് മേഘയോട് പറയാണ്, മനീഷ് നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. എന്തിനാ മോളെ വന്നിരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞിട്ടാണ് അമ്മാവ അയാൾ വന്നിട്ടുള്ളത്. എന്തിനാ മോളെ അവനോട് വരാൻ പറഞ്ഞത്? അവനെക്കൊണ്ട് ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ചന്ദ്രിക ആ ഗവൺമെൻറ് ടെൻഡർ നല്ല രീതിയിൽ നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ അവളുടെ കൂടെ നിന്ന് എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. സോ ഇവനെ വെച്ച് ചന്ദ്രികയുടെ ബിസിനസ് തകർക്കണം. പക്ഷേ ഇവനത് ചെയ്യുമോ മോളെ? ഇവൻ ചന്ദ്രികയുടെ വിശ്വാസിയല്ലേ? അതിനും ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും മനീഷ് വീഴും. നിങ്ങൾ പോയി അവനോട് വരാൻ പറഞ്ഞിട്ട് കുറച്ചു നേരം നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാമോ? ശരി. അല്പസമയം കഴിഞ്ഞപ്പോൾ മനീഷ് വന്നിട്ടുണ്ടായിരുന്നു. അവനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ വലിയ താല്പര്യമൊന്നും കാണിക്കാതെ വിഷയം എന്താണെന്ന് പറയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതെന്താ ഞാൻ പറഞ്ഞാൽ നീ ഇരിക്കില്ലേ? നീ എന്നോട് പേഴ്സണലായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വിളിച്ചതാണോ അതോ ബിസിനസ് പരമായിട്ട് സംസാരിക്കാൻ വിളിച്ചതാണോ? ആ സമയത്ത് മേഘ വളരെയധികം പ്രണയത്തോടു കൂടി മനീഷിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കൊഞ്ചിക്കൊണ്ട് പറയാണ്, പേഴ്സണലായ ഒഫീഷ്യലായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എനിക്ക് മനസ്സിലായില്ല, നീ ഒന്ന് ഇരിക്കേ. അപ്പോൾ മനീഷ് അവിടെ ഇരിക്കുകയാണ്. മേഘ വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് മനീഷിനോട് സംസാരിക്കുന്നത്. അപ്പോഴേക്കും ടീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടീ കൊണ്ടുവന്നപ്പോൾ അവനോട് എടുക്കാൻ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണ്. മനീഷും പ്രണയത്തോടെ മേഘയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് മേഘ പറയുന്നുണ്ട്, നിനക്കിഷ്ടപ്പെട്ട ജിഞ്ചർ ടീ ആണ്. ജിഞ്ചർ ടീ നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ, എടുത്തോ. മനീഷ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേഘ പറയുന്നുണ്ട്, നിനക്ക് ഈ ടൈപ്പ് ഷർട്ട് അത്ര ചേരില്ല, നിനക്ക് ചെറിയ പൂക്കളുള്ള ഷർട്ട് നന്നായിട്ട് ചേരും. അത് കേട്ട് മനീഷും പ്രണയത്തോടെ പുഞ്ചിരിക്കുകയാണ്. പഴയ മേഘയെ തിരിച്ചു കിട്ടിയ പോലെ ഒരു മുഖഭാവം ഉണ്ടായിരുന്നു അവന്. പിന്നെ ഇത്ര വലിയ സ്പെക്സ് യൂസ് ചെയ്യേണ്ട, ചെറിയ ക്ലാസ്സുള്ള സ്പെക്സ് മതി, നിനക്കതാണ് ചേരുക. ശരി. മനീഷും ചിരിച്ചുകൊണ്ട് സമ്മതിക്കുകയാണ്.
നമ്മൾ വേണം നമ്മുടെ സൗന്ദര്യം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മനീഷ് ചോദിക്കുകയാണ്, എന്താ ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഇന്ന്? എന്തോ നീ പഴയ മേഘയായിട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പം മേഘ ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് പഴയ മേഘയാവാൻ സാധിക്കില്ല എന്ന് കരുതിയോ? നീ പഴയ മേഘയായിട്ട് കാണാനാണ് എനിക്കും ഒത്തിരി ഇഷ്ടം. അങ്ങനെ ഞാൻ മാറിയാൽ നീ ഒരുപാട് സന്തോഷിക്കുമോ? മേഘ തിരിച്ചു ചോദിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ മേഘ പറയാണ്, ഞാൻ പഴയ മേഘയായിട്ട് മാറണമെങ്കിൽ നീ എനിക്കൊരു ഫേവർ ചെയ്യണം. മനീഷിൽ ചെറുതായിട്ടൊരു സംശയം ഉടലെടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവനത് പ്രകടിപ്പിക്കുന്നില്ല. എന്ത് സഹായമായിരിക്കും മേഘ ചോദിക്കാൻ പോകുന്നതെന്ന് മനീഷിന് അറിയില്ലായിരുന്നു. പക്ഷേ മേഘ ഇങ്ങനെ പ്രണയത്തോടു കൂടി തന്നെ മനീഷിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.